ഫ്രണ്ട്സ്, വെൽക്കം ടു ദ നെഴ്സ്ക്യൂൻ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് സ്റ്റാഫ് നേഴ്സിൻ്റെ 91 മുതൽ 100 വരെയുള്ള ക്വസ്റ്റ്യൻസ് അഡ്മിനിസ്ട്രേഷൻ, നേഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിൽ നിന്നാണ്, മാനേജ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ ഈ ഒരു പാർട്ടിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം, അതിൻ്റെ റിലേറ്റഡ് പോയിൻറ്റ്സ് നോക്കാം. അപ്പോൾ കഴിഞ്ഞ എക്സാമിന് ഈ ഒരു പാർട്ടിയിൽ നിന്നുള്ള നമ്മൾ പറഞ്ഞ 20 ക്വസ്റ്റ്യനിൽ 18 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാർട്ടിയിൽ നമുക്ക് ഏകദേശം മൊത്തമായിട്ടും തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന പാർട്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ പുതിയ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അപ്പം നമുക്ക് കമ്പ്യൂട്ടർ സ്ക്രീനിൽ പോയിട്ട് കാണാം. ഓൾ ദ ബെസ്റ്റ്. നമുക്ക് ആ ഭാഗത്തേക്ക് പോകാം. ഏകദേശം 91 മുതൽ 100 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഉള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സാമ്പിൾ ഓഫ് എ സിംഗിൾ യൂസ് പ്ലാൻ, പോളിസി, പ്രോഗ്രാം, ടാക്ടിക്കൽ പ്ലാൻ, സ്ട്രാറ്റജിക് പ്ലാൻ. സോ എക്സാമ്പിൾ ഓഫ് എ സിംഗിൾ യൂസ് പ്ലാൻ, ഇവിടെ ഓപ്ഷൻ പ്രോഗ്രാം ആണ് കറക്റ്റ്. എന്താണ് ഈ സിംഗിൾ യൂസ് പ്ലാൻ, അതുപോലെ സ്റ്റാൻഡിംഗ് പ്ലാൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നോക്കാം. സിംഗിൾ യൂസ് പ്ലാൻ ഇസ് എ ഷോർട്ട് ടൈം പ്ലാൻ യൂഷ്വലി പ്രിപ്പയർഡ് ബൈ ലോവർ ലെവൽ മാനേജേഴ്സ്. അതായത് ഒരു നിശ്ചിത കാലത്തേക്ക് മാത്രം. ഇപ്പോ ഒരു സംഗതി നടക്കണം, ഒരു പ്ലാൻ ചെയ്യുകയാണ്, ഒരു എന്താ പറയാ, ഹോസ്പിറ്റലിൽ ഒരു ക്ലാസ് പ്ലാൻ ചെയ്യാണ്. അപ്പൊ ആ ക്ലാസ് ഒരു കോൺഫറൻസ് ആയിക്കോട്ടെ, അതിനു വേണ്ടിയുള്ള ബഡ്ജറ്റ്, പ്രോഗ്രാം, പ്രൊജക്ട് റിപ്പോർട്ട്സ്, ഇതൊക്കെ ഒരു ഷോർട്ട് ടൈം ആയിട്ട് പ്ലാൻ ചെയ്യുന്നതിനെ സിംഗിൾ യൂസ് പ്ലാൻ എന്ന് പറയാം. അതിനകത്ത് എക്സാമ്പിൾ വരുന്നതാണ് ബഡ്ജറ്റ്, പ്രോഗ്രാം, പ്രൊജക്ട് റിപ്പോർട്ട്സ്. ഇത് ഡിസ്കാർഡഡ് ആഫ്റ്റർ യൂസ് എന്ന് പറയും. അതായത് ഒരു നിശ്ചിത സമയത്തേക്ക് മാത്രമുള്ള ഈ പ്ലാൻ വൺ ടൈം യൂസ് ആണ്. ന്യൂ പ്ലാൻ ക്രിയേറ്റഡ് ബൈ ലോവർ ലെവൽ മാനേജേഴ്സ്, ദാറ്റ് ഈസ് സിംഗിൾ യൂസ് പ്ലാൻ. സ്റ്റാൻഡിംഗ് പ്ലാൻ എന്ന് പറയുമ്പോൾ ലോങ് ടൈം പ്ലാൻ ആണ്, കൂടുതൽ സമയത്തേക്ക്. ഇപ്പൊ നമ്മുടെ കമ്പനി, നമ്മുടെ ഹോസ്പിറ്റലാണെങ്കിൽ ഹോസ്പിറ്റലിലേക്കുള്ള ലോങ് ടൈം പ്ലാൻ ആണ്, വിച്ച് ഈസ് പ്രിപ്പയർഡ് ബൈ ടോപ്പ് ലെവൽ മാനേജേഴ്സ്. ഏറ്റവും ഹയസ്റ്റ് ലെവൽ മാനേജർ ഒക്കെ ആയിരിക്കും സ്റ്റാൻഡിംഗ് പ്ലാന് ക്രിയേറ്റ് ചെയ്യുന്നത്. ലോവർ ലെവൽ മാനേജേഴ്സ് ഒക്കെ അതിൽ കൂടുന്നുണ്ടാകാം, പക്ഷെ ഡിസിഷൻ എടുക്കുന്നത് ടോപ്പ് ലെവൽ മാനേജേഴ്സ് ആണ്. പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്, റെഗുലേഷൻസ്, അതൊക്കെയാണ് അതിനകത്ത് വരുന്നത്. അപ്പം 2 ടൈപ്പുള്ള പ്ലാൻ ഉണ്ട്, സിംഗിൾ പ്ലാൻ, സിംഗിൾ യൂസ് പ്ലാൻ ആൻഡ് സ്റ്റാൻഡിംഗ് പ്ലാൻ. സിംഗിൾ യൂസ് പ്ലാൻ എന്ന് പറയുമ്പോൾ ഷോർട്ട് ടൈം ആണ്, സ്റ്റാൻഡിംഗ് പ്ലാൻ എന്ന് പറയുമ്പോൾ ലോങ് ടൈം ആണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, സിവിൽ റോങ് കമ്മിറ്റഡ് ബൈ വൺ പേഴ്സൺ അഗൈൻസ്റ്റ് അനദർ. ഓപ്ഷൻസ് ഫെലോണി, മിസ്ഡെമിനോർ, വെറാസിറ്റി, ടോർട്ട്. സിവിൽ റോങ് കമ്മിറ്റഡ് ബൈ വൺ പേഴ്സൺ അഗൈൻസ്റ്റ് അനദർ, കറക്റ്റ് ആൻസർ ടോർട്ട് ആണ്. ടോർട്ട് ഈസ് എ സിവിൽ റോങ്, റോങ് അഗൈൻസ്റ്റ് എ പർട്ടിക്കുലർ പേഴ്സൺ, അതാണ് ടോർട്ട്, മറക്കരുത്. ട്രസ്പാസ്, ടോർട്ടിന് എക്സാമ്പിൾ ആണ് ട്രസ്പാസ്, അത് അതിക്രമിച്ച് കടക്കുക എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ടോർട്ടിന് എക്സാമ്പിൾ ആണ്. ട്രസ്പാസ്, അസോൾട്ട്, ബാറ്ററി, നെഗ്ലിജൻസ്, ഇതൊക്കെ ടോർട്ടിന് എക്സാമ്പിൾസ് ആണ്. അസോൾട്ട് മീൻസ് ഇന്റൻഷണൽ. അസോൾട്ട് എന്താണ്? ഇന്റൻഷണൽ ആക്ട് ഓഫ് മേക്കിംഗ് സംവൺ ഫിയർ ഓർ ത്രെറ്റ്. അതായത് ഒരാളെ ഭയപ്പെടുത്തുക, ഒരാളെ ത്രെട്ട് ചെയ്യുക, ഭീഷണിപ്പെടുത്തുകയില്ലേ, അതിനെ നമുക്ക് അസോൾട്ട് എന്ന് പറയാം. കംപ്ലീറ്റ് അസോൾട്ട് ആണ് ബാറ്ററി. കംപ്ലീറ്റ് അസോൾട്ട്, അതായത് ഹാം, അവിടെ ഫിസിക്കൽ ഹാം നടന്നു കഴിഞ്ഞു, അത് നമുക്ക് ബാറ്ററി എന്ന് പറയാം. ഇവിടെ വെറാസിറ്റി എന്ന് പറയുമ്പോൾ ട്രൂത്ത്ഫുൾനെസ് ആണ്. അതുപോലെ മിസ്ഡെമിനർ എന്ന് പറയുന്നത് മൈനർ റോങ് ഡൂയിങ് ആണ്, ചെറിയ തെറ്റുകൾ ചെയ്യുന്നത്. അതിന് എം എന്ന് ഓർക്കുക, മൈനർ. മിസ്ഡെമിനർ എന്നാണ് മൈനർ റോങ് ഡൂയിങ് ആണ്. ഫെലോണി എന്ന് പറയുമ്പോൾ മച്ച് സീരിയസ് റോങ് ആണ്. കുറച്ച് സീരിയസ് ആയിട്ടുള്ള റോങ്ങിനെ നമുക്ക് ഫെലോണി എന്ന് പറയാം. കുറച്ച് കുറഞ്ഞ റോങ്ങിനെ നമുക്ക് തെറ്റായി നമുക്ക് മിസ്ഡെമിനർ എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് ആൻ ഓൺ ജോബ് ട്രെയിനിങ് മെത്തേഡ്. ഓൺ ജോബ് ട്രെയിനിങ് മെത്തേഡ് ഏതാണ്? ജോബ് റൊട്ടേഷൻ, വർക്ക്ഷോപ്പ്, വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്, സെമിനാർ. ഇവിടെ ഓൺ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത് ജോബ് റൊട്ടേഷൻ ആണ്. അതായത് ഓൺ ജോബിലുള്ള ഒരു ട്രെയിനിങ് മെത്തേഡാണ് ജോബ് റൊട്ടേഷൻ. അതായത് ഇപ്പൊ ഒരു റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ ഒരു വാർഡിലിട്ട ഒരാളെ അടുത്ത ആഴ്ച ചിലപ്പോൾ ICU ഇട്ടു, അങ്ങനെ ജോബ് റൊട്ടേഷൻ ചെയ്യും. ജോബ് റൊട്ടേഷൻ, ജോബ് ഇൻസ്ട്രക്ഷണൽ ട്രെയിനിങ്, അതുപോലെ അണ്ടർ സ്റ്റഡി, അപ്രന്റീസ് എന്നൊക്കെ പറയില്ല, അപ്രന്റീസ്, ഇവരൊക്കെ ഓൺ ജോബ് ട്രെയിനിങ് മെത്തേഡ്സ് ആണ്. പക്ഷെ വർക്ക്ഷോപ്പ്, സെമിനാർ, ഇതൊക്കെ ഒന്നുകിൽ അക്കാഡമിക് പർപ്പസിനോ അല്ലെങ്കിൽ നോൺ അക്കാഡമിക് പർപ്പസിനോ എഡ്യൂക്കേഷണൽ പർപ്പസിനൊക്കെ നടത്തുന്നതാണ് വർക്ക്ഷോപ്പ്, സെമിനാർ ഒക്കെ, മറ്റുള്ള ട്രെയിനിങ് ഒക്കെ. സോ ഇത് അക്കാഡമിക് ഇവന്റ്സ് എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ, മോസ്റ്റ് പ്രിഫേർഡ് ലീഡർഷിപ്പ് സ്റ്റൈൽ ഇൻ റീസെന്റ് ടൈംസ്. ഓപ്ഷൻസ് ഓട്ടോക്രാറ്റിക്, ഡെമോക്രാറ്റിക്, ട്രാൻസ്ഫോർമേഷണൽ, ട്രാൻസാക്ഷണൽ. മോസ്റ്റ് പ്രിഫേർഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മോസ്റ്റ് പ്രിഫേർഡ്
നമുക്ക് പെട്ടെന്ന് ഡെമോക്രാറ്റിക് എഴുതാനുള്ള ഒരു മനസ്സിന് ഒരു ചിന്ത വരും. കാരണം പെട്ടെന്ന് നമ്മൾ അങ്ങനെയാണ് പഠിക്കുന്നത്. കറക്റ്റ് ആൻസർ ട്രാൻസ്ഫോർമേഷനിലാണ്. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ റീസെന്റ്ലി നമ്മൾ കണ്ടുപിടിച്ച ലീഡർഷിപ്പ് സ്റ്റൈൽ ഏറ്റവും ബെസ്റ്റ് ട്രാൻസ്ഫോർമേഷനിലാണ്. എന്താണ് ട്രാൻസ്ഫോർമേഷണൽ? ദാറ്റ് മീൻസ് ചേഞ്ച് ഇൻ ഇൻഡിവിജ്വൽസ് ആൻഡ് സോഷ്യൽ സിസ്റ്റം പോസിറ്റീവ്ലി. ഒരു ഇൻഡിവിജ്വലിനെ പോസിറ്റീവായിട്ട് ചേഞ്ച് ചെയ്യാനുള്ള ഐഡിയ ഉള്ള ലീഡേഴ്സിനെ നമുക്ക് ട്രാൻസ്ഫോർമേഷണൽ ലീഡേഴ്സ് എന്ന് പറയാം. അതായത് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുക. 4 I ആണ് ഇതിനകത്ത് പ്രധാനമായിട്ടുള്ളത്. 4 I ട്രാൻസ്ഫോർമേഷൻ ലീഡർഷിപ്പിൽ: ഐഡിയലൈസ്ഡ് ഇൻഫ്ലുവൻസ്, ഇൻസ്പിറേഷണൽ മോട്ടിവേഷൻ, ഇന്റലക്ച്വൽ സ്റ്റിമുലേഷൻ, ഇൻഡിവിജ്വൽ കൺസിഡറേഷൻ. ഈ 4 I നിങ്ങൾ ഓർക്കണം. അതായത് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവ്, ഇൻസ്പിറേഷൻ ചെയ്യാനുള്ള കഴിവ്, ഇന്റലക്ച്വൽ സ്റ്റിമുലേഷൻ, അതായത് നമ്മളുടെ ഇന്റലക്ച്വലെ അവര് സ്റ്റിമുലേറ്റ് ചെയ്യും. നമുക്ക് ബുദ്ധിയുണ്ട്, ഇന്റലക്ച്വൽ ഉണ്ട്, പക്ഷെ നമുക്കത് യൂസ് ചെയ്യാൻ കഴിയില്ല. പക്ഷെ അവർ സ്റ്റിമുലേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ഇന്റലക്ച്വൽ സ്റ്റിമുലേഷൻ. ഇൻഡിവിജ്വൽ കൺസിഡറേഷൻ, ഓരോ ഇൻഡിവിജ്വലും വേറെ വേറെയാണ്. ഇപ്പൊ എനിക്ക് ചിലപ്പോൾ CPR കൊടുക്കാൻ ഒട്ടും കഴിവുണ്ടാവില്ല, പക്ഷെ വേറൊരാൾക്ക് CPR കൊടുക്കാൻ കഴിവുണ്ടാവും. പക്ഷെ എനിക്ക് IV കാനുല പ്രിക്ക് ചെയ്യാൻ നല്ല കഴിവുണ്ടാവും. അങ്ങനെ ഓരോ ആളുകൾക്കും വ്യത്യാസമുണ്ട്. ട്രാൻസ്ഫോർമേഷൻ ലീഡേഴ്സ് നമുക്ക് ക്വയറ്റ് ലീഡേഴ്സ് എന്ന് പറയാം. QUIT, ക്വയറ്റ് ലീഡേഴ്സ് എന്ന് പറയാം. കറേജ്, കോൺഫിഡൻസ് ഒക്കെ ഉള്ളവരാണ്. ഓട്ടോക്രാറ്റിക് എന്ന് പറയുമ്പോൾ എന്താണ്? ഓവറോൾ ഡിസിഷൻ ടേക്കിംഗ് ബൈ ലീഡേഴ്സ്. ലീഡേഴ്സ് ആണ് കൂടുതൽ എല്ലാ ഡിസിഷനും എടുക്കുന്നത്. പാർട്ടിസിപ്പൻസിന് വലിയ റോൾ ഇല്ല. പക്ഷെ ഡെമോക്രാറ്റിക് എന്ന് പറയുമ്പോൾ എന്താണ്? പാർട്ടിസിപ്പൻസിന് കൂടുതൽ റോൾ ഉണ്ട്. പാർട്ടിസിപ്പൻസിനോട് കൂടി ആലോചിച്ച് ചെയ്യുന്നതാണ് ഡെമോക്രാറ്റിക്. ഇനി അടുത്ത ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ മാനേജേരിയൽ ലീഡറാണ്. മാനേജേരിയൽ ലീഡർഷിപ്പ് ആണ്. ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ് സെയിം ആണ്. ഇപ്പൊ ട്രാൻസാക്ഷൻ ലീഡർഷിപ്പിന് തന്നെയാണ് മറ്റൊരു പേരാണ് മാനേജേരിയൽ ലീഡർഷിപ്പ്. ഫോക്കസസ് ഓൺ സൂപ്പർവിഷൻ, ഓർഗനൈസേഷൻ ആൻഡ് ഗ്രൂപ്പ് പെർഫോമൻസ്. കുറച്ച് ആ ഒരു സൂപ്പർവിഷൻ സ്റ്റൈലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് പോലെ ഓർഗനൈസേഷൻ, ഇപ്പൊ ഹോസ്പിറ്റലിലെ മറ്റുള്ള ആളുകളൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ട്രാൻസാക്ഷണൽ എന്ന് പറയുമ്പോൾ ഓർക്കാൻ എളുപ്പമുണ്ട്. ട്രാൻസാക്ഷണൽ ടാസ്ക് റിലേറ്റഡ് ആണ്. ട്രാൻസാക്ഷണൽ ടാസ്ക്. ഒരു ടാസ്ക് കൊടുക്കും. ഇപ്പൊ എക്സാമ്പിൾ, ഒരു നേഴ്സിന് ഒരു ടാസ്ക് കൊടുക്കും. ആ ടാസ്ക് ആ നേഴ്സ് കറക്റ്റ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ റിവാർഡ് കൊടുക്കും, അതായത് ഒരു ഗിഫ്റ്റ് കൊടുക്കും. ടാസ്ക് ശരിയായിട്ട് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ പണിഷ്മെന്റ് കൊടുക്കും. ആ ഒരു മെത്തേഡാണ് ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ്. മറക്കില്ലെന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യൻ: ഫിഡലിറ്റി മീൻസ് ഓപ്ഷൻസ്: accountability, striving to keep promises, falsehood, immorality. സോ ഇവിടെ ഫിഡലിറ്റി എന്ന് പറയുന്നത് സ്ട്രൈവിംഗ് ടു കീപ് പ്രോമിസസ്. ഫെയ്ത്ത്ഫുൾനെസ്, ഫെയ്ത്ത്ഫുൾനെസ്, ഇറ്റ് ഈസ് സ്ട്രൈവിംഗ് ടു കീപ് പ്രോമിസസ്. നമ്മൾ ഇപ്പോൾ ഒരു നേഴ്സിന്റെ ജോബിലാണെങ്കിൽ ഒരു പേഷ്യന്റിന് ഒരു ഡയഗ്നോസിസ്, ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു അസുഖത്തിന്റെ ഡയഗ്നോസ് വന്നു. അപ്പൊ ആ പേഷ്യന്റ് പറയുകയാണ്, ഞാൻ എന്റെ ഫാമിലി മെമ്പേഴ്സിനോട് അത് റിവീൽ ചെയ്യരുത്. പേഷ്യന്റ് നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ഒരാളാണ്, മാനസികമായിട്ട് റിവീൽ ചെയ്യരുതെന്ന് പറഞ്ഞു. അത് നമ്മൾ ഒരിക്കലും മറ്റുള്ള ആരോടും പറയാൻ പാടില്ല. നമ്മൾ ഫെയ്ത്ത്ഫുൾനെസ് ആയിരിക്കണം. സോ ദാറ്റ് ഈസ് സ്ട്രൈവിംഗ് ടു കീപ് പ്രോമിസസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: the number of subordinates a supervisor can effectively supervise is referred to as options: unity of command, hierarchy, gangplank, span of control. The number of subordinates a supervisor can effectively supervise is referred to as span of control. അത് അങ്ങനെ തന്നെ പഠിക്കും. സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നതാണ് നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് കൺട്രോൾഡ് ബൈ സൂപ്പർവൈസർ. സൂപ്പർവൈസറിന്റെ കീഴിലുള്ള സബോർഡിനേറ്റ്സ് കൺട്രോൾ ചെയ്യുന്നത്, എഫക്റ്റീവ്ലി കൺട്രോൾ ചെയ്യുന്നത് സൂപ്പർവൈസർ ആണ്. ദാറ്റ് ഈസ് സ്പാൻ ഓഫ് കൺട്രോൾ. ഇനി യൂണിറ്റി ഓഫ് കമാൻഡ് എന്താണ്? ഒരു കമാൻഡ്, അതായത് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിൽ വരുന്നതാണ്. ഹെൻറി ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിൽ വരുന്നതാണ് ഡിവിഷൻ ഓഫ് വർക്ക്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, യൂണിറ്റി ഓഫ് കമാൻഡ്, അതുപോലെ ഹൈറാർക്കി, സ്പാൻ ഓഫ് കൺട്രോൾ. ഇതൊക്കെ ആ 14 മാനേജ്മെന്റിൽ വരുന്നതാണ്. അപ്പൊ എന്താണ് ഗാങ് പ്ലാങ്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സുപ്പീരിയറും സബോർഡിനേറ്റ്സും ഈ പിക്ചറിൽ കാണുന്നത് പോലെ സുപ്പീരിയറും സബോർഡിനേറ്റ്സും ഉണ്ട്. അപ്പൊ ഒരേ ലെവലിലുള്ള മാനേജർ തമ്മിൽ സംസാരിച്ച് അവരുടെ ഇൻഫർമേഷൻസ് അവർക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെ നമുക്ക് ഗാങ് പ്ലാങ്ക് എന്ന് പറയും. എംപ്ലോയീസ് അറ്റ് ദ സെയിം ലെവൽ ക്യാൻ ടോക്ക് ടുഗദർ. ഇറ്റ് ഈസ് ഗാങ് പ്ലാങ്ക്. ഒരേ ലെവലിലുള്ള മാനേജർ തമ്മിലുള്ള സംസാരിച്ച് അവരുടെ ഡിസിഷൻ എടുക്കുന്നതിനെ നമുക്ക് ഗാങ് പ്ലാങ്ക് എന്ന് പറയാം. അപ്പൊ ഇത് ഈ ഒരു രീതിയിലാണ് നമുക്ക് അറിയേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ:
സ്റ്റേറ്റ്മെന്റ് ഓഫ് ഓർഗനൈസേഷൻ ലോങ് ടേം ആസ്പിറേഷൻ. ലോങ് ടേം ആസ്പിറേഷൻ ഏതാണ്? വിഷനാണ്. ലോങ് ടൈം സ്റ്റേറ്റ്മെന്റ് ഓഫ് ഓർഗനൈസേഷൻസ് ലോങ് ടൈം ആസ്പിറേഷൻ, നീണ്ടു നിൽക്കുന്ന അച്ചീവ്മെന്റ്, കുറെ കാലം കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് വിഷനിൽ പറയുന്നത്. മിഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ അടുത്ത, അതായത് നിയർ ഫ്യൂച്ചറിൽ ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റി. ഇപ്പൊ വിഷനും മിഷനും ഒക്കെ ഓരോ കോളേജ് ഓഫ് നഴ്സിംഗിലും സ്കൂൾ ഓഫ് നഴ്സിംഗിലും ഒക്കെ മുന്നിൽ എഴുതി വെക്കും. വിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? കുറെ വർഷങ്ങൾ കഴിഞ്ഞ് ചെയ്യേണ്ടതായിട്ടുള്ള ആ എത്തിച്ചേരേണ്ട കാര്യം, അതിലേക്ക് അടുക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെ നമുക്ക് മിഷൻ എന്ന് പറയാം. So mission statement means short term ആണ്. Mission statement defines the company's business, its objectives and its approach to reach those objectives. മിഷനിലേക്ക് എത്തിച്ചേരാൻ. ഇപ്പൊ മിഷൻ 90 days എന്നൊക്കെ കേട്ടില്ലേ? മിഷൻ 90 days എന്നൊരു സിനിമയുണ്ട്. 90 ദിവസത്തിനുള്ളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. മിഷൻ എന്ന് പറയുമ്പോൾ ലോങ് ടൈം ആണ്. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി വരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, കൺസ്യൂമബിൾ ഐറ്റംസ് ആർ ജനറലി ടേംഡ് ആസ്. സപ്ലൈസ് ആണ് കൺസ്യൂമബിൾ ഐറ്റംസ്. അതായത് ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന ഐറ്റംസ് നമുക്ക് എല്ലാം കൺസ്യൂമബിൾ എന്ന് പറയാം. എല്ലാ കാര്യങ്ങളും അത് നമുക്ക് ജനറലി സപ്ലൈസ് എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ, ആൻ ഇൻവെന്ററി മാനേജ്മെന്റ് ടെക്നിക് ബേസ്ഡ് ഓൺ ക്രിട്ടിക്കാലിറ്റി ഓഫ് ഐറ്റം. കറക്റ്റ് ആൻസർ VED അനാലിസിസ് ആണ്. അതായത് വൈറ്റൽ, എസെൻഷ്യൽ, ഡിസൈറബിൾ. ഇത് ഇൻവെന്ററി മാനേജ്മെന്റ് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ ഈ മുകളിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളത് എന്തായാലും ആ വീഡിയോ കാണണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. VED എന്ന് പറയുമ്പോൾ എന്താണ്? വൈറ്റൽ, എസെൻഷ്യൽ ആൻഡ് ഡിസൈറബിൾ. അതായത് വൈറ്റൽ ഐറ്റം ഉണ്ട്, എസെൻഷ്യൽ അത്യാവശ്യമായിട്ടുള്ള ഐറ്റം ഉണ്ട്, അതുപോലെ ആവശ്യമുള്ള ഐറ്റം ഉണ്ട്. വൈറ്റൽ ഐറ്റം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒരു പക്ഷേ ET ട്യൂബ്, വെന്റിലേറ്റർ, ഇതൊക്കെ വൈറ്റൽ ഐറ്റം ആയിരിക്കാം. എസെൻഷ്യൽ എന്ന് പറയുമ്പോൾ എന്താണ്? ആവശ്യമുണ്ട്, അതായത് IV ഫ്ലൂയിഡ് ആവശ്യമുണ്ട്, എസെൻഷ്യൽ ആണ്. എന്നാൽ ഒരുപക്ഷെ ജീവൻ പോകുന്ന രീതിയിലുള്ള ആ ഒരു രീതിയിലേക്ക് വരുന്നില്ല. ഡിസൈറബിൾ എന്ന് പറയുമ്പോൾ മറ്റുള്ള എന്തെങ്കിലും നമ്മുടെ എന്തെങ്കിലും ആൽക്കഹോൾ സൊല്യൂഷനോ അങ്ങനെയൊക്കെ ആകാം. ABC എന്ന് പറയുമ്പോൾ ആൾവേസ് ബെറ്റർ കൺട്രോൾ. ABC ഓൾവേസ് ബെറ്റർ കൺട്രോൾ. HML അനാലിസിസ് മീൻസ് ഹൈ, മീഡിയം, ലോ. FSN that means ഫാസ്റ്റ് മൂവിങ്, സ്ലോ മൂവിങ് ആൻഡ് നോൺ മൂവിങ്. നമ്മൾ ആ ഒരു ലിങ്ക് നിങ്ങൾ കാണണം എന്തായാലും. അടുത്ത ക്വസ്റ്റ്യൻ, പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് വെയർ ഡെവലപ്ഡ് ഇൻ ഇന്ത്യ അണ്ടർ ദ റെക്കമെൻഡേഷൻ ഓഫ്. കറക്റ്റ് ആൻസർ ബോർ കമ്മിറ്റിയാണ്. ബോർ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ മൂലമാണ് പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തത്. അപ്പൊ ഈ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. നമ്മൾ കുറച്ച് ഒരു 10 നമ്മളെ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തു നിന്നാണ് ഡിസ്കസ് ചെയ്തത്. വീഡിയോ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പൊ ഇതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാം. അതുപോലെ നമ്മുടെ സെക്കൻഡ് ചാനൽ നിങ്ങൾ വിസിറ്റ് ചെയ്യുക. ആ ചാനലിലും മാക്സിമം ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്.